തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും ഇടുക്കിയിൽ ഫ്ലെക്സ് ബോർഡുകളും ബാനറുകളും നിരത്തിൽ തന്നെ. വോട്ടെടുപ്പ് കഴിഞ്ഞ് 14 ദിവസം കഴിഞ്ഞിട്ടും പലയിടങ്ങളിൽ നിന്നും ഫ്ലെക്സ് ബോർഡുകൾ നീക്കിയിട്ടില്ല. ഇതോടെ കളക്ടർ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിച്ചിരിക്കുകയാണ്. സ്വമേധയാ നീക്കിയില്ലെങ്കിൽ ജില്ലാ ഭരണകൂടമോ തദ്ദേശ സ്ഥാപനങ്ങളോ നീക്കി പണം രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ഈടാക്കാനാണ് തീരുമാനം. രാഹുൽ സുരേഷ് വിവരങ്ങൾ നൽകാൻ ചേരുന്നു. രാഹുൽ, അന്ത്യശാസനം എന്ന വിധത്തിലാണോ കളക്ടറുടെ ഭാഗത്ത് നിന്ന് ഈ നിർദ്ദേശം വന്നിട്ടുള്ളത്? ആര്യ, നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഫ്ലെക്സ് ബോർഡുകൾ വെക്കാൻ ഓരോ രാഷ്ട്രീയ പാർട്ടികളും ഭയങ്കര മത്സരമായിരുന്നു. അത് ഇടതുമുന്നണിയെന്നോ വലതുമുന്നണിയെന്നോ BJP എന്നോ വ്യത്യാസമില്ലാതെ ഓരോ പാർട്ടികളും മത്സരിച്ച് ഫ്ലെക്സ് ബോർഡുകൾ വെച്ചതാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ആ ആവേശം ഇല്ലാതായി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് കഴിഞ്ഞ് 14 ദിവസം കഴിയുമ്പോഴും ഇടുക്കിയിലെ 5 മണ്ഡലങ്ങളിലും വിവിധ സ്ഥാനാർത്ഥികളുടെ ഫ്ലെക്സ് ബോർഡുകൾ നിരത്തിൽ തന്നെ ഇരിക്കുകയാണ്. അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. മാലിന്യ പ്രശ്നം ഉൾപ്പെടെ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. പോളിംഗ് കഴിഞ്ഞ ഉടൻ തന്നെ ഈ ഫ്ലെക്സ് ബോർഡുകൾ നീക്കം ചെയ്യണം എന്നതായിരുന്നു ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശം. പക്ഷേ ആ നിർദ്ദേശം രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ പാലിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും. ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളെ വിവിധ ഘട്ടങ്ങളിൽ ജില്ലാ ഭരണകൂടം ഈ വിവരം അറിയിച്ചിരുന്നു, ഈ ഫ്ലെക്സ് ബോർഡുകൾ മാറ്റണമെന്ന്. അതിന് നടപടി ഉണ്ടാകാതെ വന്നതോടെയാണ് നാളെ ജില്ലാ കളക്ടർ ഒരു യോഗം വിളിച്ചിരിക്കുന്നത്. ഈ യോഗത്തിൽ അന്ത്യശാസ്ത്രം നൽകും. എന്നിട്ടും ഈ ഫ്ലെക്സ് ബോർഡുകൾ മാറ്റുന്നില്ലെങ്കിൽ ഒരു ഫ്ലെക്സ് ബോർഡിന് 5000 രൂപ വെച്ച് ഫൈൻ ഈടാക്കാനാണ് നിലവിൽ ജില്ലാ കളക്ടറുടെ തീരുമാനം. അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ ഓരോ പാർട്ടികളും മുൻകൈ എടുത്തുകൊണ്ട് ഈ ഫ്ലെക്സ് ബോർഡുകൾ നിരത്തിൽ നിന്നും നീക്കം ചെയ്യണമെന്നും അറിയിച്ചിട്ടുണ്ട്. ഒന്നെങ്കിൽ ജില്ലാ ഭരണകൂടം നേരിട്ട് ഈ ഫ്ലെക്സ് ബോർഡുകൾ മാറ്റും, അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങൾ വഴി ഈ ഫ്ലെക്സ് ബോർഡുകൾ മാറ്റാനാണ് നിലവിൽ തീരുമാനം. എന്തായാലും നാളെ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ യോഗം വിളിച്ചിട്ടുണ്ട്. അതിലൊരു അന്തിമ തീരുമാനമാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആര്യ, ഓക്കെ, രാഹുൽ സുരേഷാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.